ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു വാശിക്കാരനാണ് എന്നുള്ളതാണ്. താങ്കളുടെ അമ്മ മുഖേനയാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. 2 വയസ്സുള്ളപ്പോഴേ താങ്കൾ വാശി പിടിച്ച് കരയുമായിരുന്നു. പിന്നെ ക്രിക്കറ്റ് ബോളും ബാറ്റും നൽകുന്നതുവരെ തുടർന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും പറഞ്ഞു. എനിക്ക് 2 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു കുഞ്ഞ് കരയുന്ന സമയത്ത് അതിൻ്റെ കരച്ചിൽ എങ്ങനെ നിർത്തണമെന്ന് ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയൂ. പിന്നെ ആ കരച്ചിൽ ഒരു സാധനത്തിന് വേണ്ടിയാണെങ്കിൽ ആ സാധനം നമുക്ക് വാങ്ങി തന്നേ തീരൂ, ഒബ്വിയസ്ലി. പിന്നെ എനിക്കൊരു കാര്യം നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ ഒരു കണ്ണട കച്ചവടക്കാരൻ അവിടെ വഴിയിൽ ഇങ്ങനെ കണ്ണടയും പിടിച്ചുകൊണ്ട് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ ഞാൻ ആ കണ്ണട വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചെറിയച്ഛൻ എൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി എനിക്ക് ആ കണ്ണട വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. എൻ്റെ ചെറിയ പ്രായത്തിലെ ഫോട്ടോസൊക്കെ നോക്കിയാൽ എല്ലാ ഫോട്ടോയിലും ഞാൻ ആ കറുപ്പ് കളർ കണ്ണട വെച്ചിട്ടുണ്ടാവും. അന്ന് എനിക്കൊരു 5-6 വയസ്സ് കാണും. ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ 2 വയസ്സിൽ ബാറ്റിനും ബോളിനും വേണ്ടി കരഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സത്യമായിരിക്കും. താങ്കളുടെ ആ വാശി ഇപ്പോഴും താങ്കളെ വിട്ടിട്ട് പോയിട്ടില്ല അല്ലേ? ആ വാശി നല്ലതിനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വിടണം? പക്ഷേ ആ വാശി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അത് നല്ല വാശിയല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതൊരു നല്ല വാശിയല്ലേ? മോശം വാശിയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. പക്ഷെ നല്ലതങ്ങനെ ചെയ്യണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ പറയാം, ഈ വാശി നല്ലതാണോ അതോ മോശമാണോ? എല്ലാ ക്രിക്കറ്റേഴ്സും താങ്കളോട് പറയാറുണ്ട് താങ്കളുടെ സ്റ്റൈൽ നേരെയാക്കണമെന്ന്. ചില ബോളുകൾ വിട്ടുകളയുക, വളരെ കുറച്ച് ഷോട്ടുകൾ കളിക്കുക, ഫീറ്റ് മൂവ് ചെയ്ത് കളിക്കുക. പക്ഷെ ആര് പറയുന്നതും താങ്കൾ കേൾക്കാറില്ല. പക്ഷേ സാർ, അതൊരു അനാവശ്യമായ വാശിയാണ്. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഏത് ഗെയിമാണോ കളിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് സക്സസ് കിട്ടിയത്, അതാണ് എനിക്ക് ബെറ്റർ ഐഡിയ. സോ ജനങ്ങൾ എനിക്ക് അവരുടെ ഒപ്പീനിയൻസ് തരും, അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഒരു നല്ല കളിക്കാരൻ അതിൽ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കും, അത് ബാറ്റിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യും, അതിലൂടെ കൂടുതൽ സക്സസ്ഫുള്ളും ആയേക്കാം. എനിക്കങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു നല്ല ഒപ്പീനിയൻ ഏതാണെന്ന് വെച്ചാൽ ശ്രീകാന്ത് സാറിന്റെയും ഗവാസ്കർ സാറിന്റെയുമാണ്. അവർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ലെഗ് സ്റ്റമ്പിന്റെ പുറത്ത് നിൽക്കുന്നു, ബോളിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്നു, അതുകൊണ്ട് ഒരുപാട് തവണ ഞാൻ സ്റ്റംപ് ഔട്ട് ആവുന്നു എന്ന്. സോ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മിഡിൽ ഓഫിൽ നിൽക്കണമെന്ന്, ബോളിന്റെ അടുത്ത് നിന്നാൽ നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്നും നല്ല റൺ എടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് മുതൽ എനിക്ക് നന്നായിട്ട് റൺസ് സ്കോർ ചെയ്യാൻ പറ്റി. 150, 200, 6 തവണ 200 അടിച്ചിട്ടുണ്ട്, 2 തവണ 300 അടിച്ചിട്ടുണ്ട്. സോ എനിക്കൊരു നല്ല ഒപ്പീനിയൻ ശ്രീകാന്ത് സാറിൻ്റെ അടുത്തു നിന്നും ഗവാസ്കർ സാറിൻ്റെ അടുത്തു നിന്നും കിട്ടി. വേറെയും ഒരുപാട് പേര് എനിക്ക് ഒരുപാട് അഡ്വൈസുകൾ തന്നു, ബോൾ അങ്ങനെ തിരിക്കണം, ബാറ്റ് ഇങ്ങനെ പിടിക്കണമെന്നൊക്കെ. അതൊക്കെ വേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ ബോളിംഗ് എങ്ങനെയാണ്, എനിക്ക് ബാറ്റ് എങ്ങനെ പിടിക്കണം, എൻ്റെ ടെക്നിക്സ് എന്താണെന്നൊക്കെ. ഒരു സിനിമയിൽ സൽമാൻ ഖാന്റെ ഡയലോഗ് ഇങ്ങനെയാണ്, അതായത് ഒരു പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ വാക്ക് ഞാൻ പോലും കേൾക്കില്ലെന്ന്. അതുപോലെ സേവാങ് ഒരു ബോൾ അടിച്ചു കളിക്കണം തീരുമാനിച്ച അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം പോലും കേൾക്കില്ല. നോക്കൂ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ബോൾ ബൗണ്ടറിയിലേക്ക് പോകണം. പിന്നെ ബാറ്റ്സ്മാൻമാരായ ഞങ്ങളുടെ ജോലി അത് അങ്ങോട്ട് കൊണ്ടുപോയി എത്തിക്കുകയാണ്. സോ എൻ്റെ ബാറ്റിങ്ങിൽ ഞാൻ അതാണ് ചെയ്തത്. സോ എനിക്ക് എപ്പോഴൊക്കെ 6ഉം 4ഉം അടിക്കാനുള്ള അവസരം കിട്ടിയോ അപ്പോഴൊക്കെ ഞാനത് വേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ പുതിയതായിട്ട് ഓപ്പണർ ആയിരുന്നപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് ബോളിംഗ്, ന്യൂ ബോൾ, ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി അടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ആ ഭയം ബോളേഴ്സിന് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ബാറ്റ്സ്മാൻ മാത്രം എന്തിനാ പേടി, ബോളർക്കും ആ പേടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതി. അത്രേ ഉള്ളൂ. എക്സ്പേർട്സ് പറയാറില്ലേ, കൂടുതൽ അടിച്ചു കളിക്കുന്നതിലും ചില പ്രശ്നങ്ങളുണ്ടെന്ന്. 2003 മാച്ച് ഓർമ്മയുണ്ടോ? 195 താങ്കളെടുത്ത ആ കളി. അപ്പോൾ ടെണ്ടുൽക്കർ എന്താ പറഞ്ഞത്? അതെ, അന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ 195 റൺ എടുത്തു. ഒരു 6 അടിച്ചുകൊണ്ട് ഡബിൾ സെഞ്ചുറി തികയ്ക്കാമെന്ന് കരുതി. പക്ഷേ ആ ഷോട്ടിലൂടെ ഞാൻ ഔട്ടായി. ഞങ്ങളുടെ അടുത്ത സീരീസ് പാകിസ്ഥാനുമായിട്ടായിരുന്നു. ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിന്റെ കൂടെ ബാറ്റിംഗ് ചെയ്തപ്പോൾ ഞാൻ 194 റൺ എടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ലാസ്റ്റ് ടൈം നീ 195 റൺ എടുത്തപ്പോൾ നമ്മൾ ടെസ്റ്റ് മാച്ചിൽ തോറ്റു, അതുകൊണ്ട് നീ കെയർഫുൾ ആയിട്ടിരിക്കണം, ഇത്തവണ 194 ഔട്ട് ആവാൻ പാടില്ല എന്ന്. 200, 250 എടുക്കണമെന്നും പറഞ്ഞു. എന്നാലേ നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ട് 201, 203 അങ്ങനെ അടിച്ചടിച്ച് 294 എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പം നമ്മൾ നല്ല പൊസിഷനിലാണുള്ളത്, അതുകൊണ്ട് ഞാനൊരു 6 അടിച്ച് എൻ്റെ ട്രിപ്പിൾ സെഞ്ചുറി തികയ്ക്കാൻ.
സോ ഞാൻ പറഞ്ഞതുപോലെ ചില സമയം ചിലർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടേ തീരൂ. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അന്ന് സച്ചിൻ തെണ്ടുൽക്കർ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അത് പറഞ്ഞത്, ഞാൻ 194 ഔട്ട് ആവാൻ പാടില്ല എന്ന്. അങ്ങനെ അത് കേട്ടുകൊണ്ട് ഞാൻ 300 റൺ വരെ അന്ന് സ്കോർ ചെയ്തു. പക്ഷേ ബൗളേഴ്സിന്റെ മനസ്സിലൊരു പേടിയുണ്ടായി. സാദിഖ് മുഹമ്മദ് പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സേവാങ് മൈതാനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഏതോ ഒരു തീവ്രവാദി വന്ന ഒരു ഫീലാണ്. ആക്ച്വലി ഞാൻ ഇതുപോലുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ മുന്നേയും കേട്ടിട്ടുണ്ട്. പക്ഷേ തീവ്രവാദി എന്നൊരു കമന്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഡേഞ്ചറസ്, ഡിസ്ട്രക്റ്റീവ്, ക്രൂരൻ, ഇതുപോലുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വാക്കിന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം താങ്കളുടെ ബാറ്റിംഗ് കണ്ടു കാണുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം അത് കണ്ട് ചിലപ്പോൾ വെറുത്തു പോയിട്ടുണ്ടാവും. കാരണം പാകിസ്ഥാനെതിരെ എൻ്റെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 92 ആയിരുന്നു. ഞാനത് 100 ആക്കിയേനെ ടെസ്റ്റ് മാച്ചുകളിൽ. സോ അതുകൊണ്ടുകൂടി അദ്ദേഹം ഇതുപോലെ ഒരു കമന്റ് ഉപയോഗിച്ചത്. ഞാനും ആഗ്രഹിച്ചിരുന്നു. കാരണം 2006 ശേഷമുള്ള ഹോം സീരീസ് പിന്നെ അവേ സീരീസ് ഇതൊക്കെ എന്തുകൊണ്ട് കളിച്ചില്ല എന്ന്. ഞാൻ പാകിസ്ഥാന്റെ കൂടെ 2 സീരീസ് കൂടി കളിച്ചിരുന്നെങ്കിൽ 10,000 റൺസ് തികച്ചേനെ. കാരണം എന്റെ ഇപ്പോഴത്തെ റൺസ് 8586 ആണ്. സോ അവരുടെ കൂടെ 2 സീരീസ് കൂടി കളിച്ചിരുന്നെങ്കിൽ 400-500 ഒക്കെ അടിച്ച് ഞാൻ എന്തായാലും 10,000 തികച്ചേനെ. പക്ഷേ ഷോയിബ് അക്തർ താങ്കൾ ഒറ്റയ്ക്കല്ല അടിച്ചത്, തെണ്ടുൽക്കറിനെയും ചേർത്തടിപ്പിച്ചതായി പറയുന്നു. അത് പിന്നെ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എറൗണ്ട് ദി വിക്കറ്റ് എനിക്കെതിരെ ബൗൺസ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഹൂക്ക് അടിക്കി എന്നെല്ലാവരും പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹൂക്ക് അല്ലെങ്കിൽ പുൾ ഷോട്ടൊന്നും അടിച്ചിട്ടേ ഇല്ല. കാരണം സ്ട്രെങ്ത് ഇല്ല. ഞാനപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സച്ചിൻ സ്ട്രൈക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ബൗൺസർ എറിയണമെന്ന്. അദ്ദേഹം നിങ്ങൾക്ക് ഹൂക്ക് അടിച്ച് കാണിച്ചിരുന്നു പറഞ്ഞു. നെക്സ്റ്റ് ഓവറിൽ അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം ബൗൺസർ അടിച്ച് കാണിച്ചു തന്നു. സച്ചിൻ ഹൂക്ക് അടിച്ചു, അദ്ദേഹം 6 അടിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇതിനൊക്കെ സാധിക്കൂ എന്ന്. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന്. പിന്നെ സൗരവ് ഗാംഗുലി പറയാണ് ഇംഗ്ലണ്ടിനെതിരായിട്ട് 325 റൺ എടുക്കണമെന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. കാരണം ഈ ടാർഗറ്റ് എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞത് സേവാങ് വിസിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റും. സോ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീം 325 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ അടിക്കാൻ പറ്റൂ എന്ന്. കാരണം അന്നൊക്കെ നമ്മുടെ കളി വളരെ നല്ലതായിരുന്നു. 1 ഡേ മാച്ചുകൾ കളിക്കുമായിരുന്നു. ഇംഗ്ലണ്ട് അങ്ങനെ കളിക്കാറില്ല. സോ ഞാൻ പറഞ്ഞത് ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 325 റൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ വിസിലടിച്ചു. പക്ഷെ താങ്കൾക്ക് പേടിയൊന്നൊന്നില്ലേ? സർ, അത് പേടി എന്തിനാ സർ? പേടി എന്താണെന്ന് വെച്ചാൽ ബോൾ നമ്മുടെ ദേഹത്ത് കൊള്ളുമെന്ന് പേടിക്കണം. കാരണം ഫ്ലിൻഡോഫിനൊക്കെ ദേഷ്യം വന്നാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എൻ്റെ നെഞ്ചത്ത് തന്നെ നോക്കി എറിയാൻ പറ്റും. അതുമല്ലെങ്കിൽ എൻ്റെ ഹെൽമെറ്റിൽ അദ്ദേഹത്തിന് എറിയാൻ പറ്റും. ആ ഒരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. തോൽക്കുമെന്ന പേടിയില്ലായിരുന്നു. കാരണം ഞങ്ങൾക്കറിയാം ഇംഗ്ലണ്ട് അത്രയും വർഷം നമ്മളെ ഭരിച്ചവരാണ്. ഇപ്പോൾ അവരെ തിരിച്ചു ഭരിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു. സോ ബ്രിട്ടീഷുകാർ അത്രയും വർഷം നമ്മളെ ഭരിച്ചു. നമുക്കും ഒരവസരം കിട്ടുമ്പോൾ അവരെ നമ്മളും തിരിച്ച് ഭരിക്കണം. അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ സ്റ്റൈലാണ് ഫോളോ ചെയ്തത്. അവർ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെ ഭരിച്ചു. ഞാനും അവരെ കീഴ്പ്പെടുത്തി അവരെ ഭരിക്കണമെന്ന് വിചാരിച്ചു. താങ്കൾ 1 ഡേ മാച്ചിൽ 290 എടുത്ത് നന്നായിട്ട് കളിച്ചു. അതൊരു മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു. സുരേഷ് റൈന താങ്കളോടൊപ്പം കളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു, പക്ഷെ സേവാങ് കിഷോർ കുമാറിന്റെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നോക്കൂ സർ, ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടുന്നതിലൊരു ലോജിക്കുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ മതിയാവും. കാരണം ആ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ഔട്ടാക്കും. എനിക്ക് ഔട്ട് ആവാതെ ഇരിക്കണം. അതാണ് വളരെ പ്രധാനം. എനിക്ക് പാട്ട് പാടണമെങ്കിൽ ആ പാട്ടിന്റെ വരികൾ അറിഞ്ഞിരിക്കണം, അതിന്റെ ട്യൂൺ അറിഞ്ഞിരിക്കണം, അതിന്റെ താളം അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കൊണ്ട് പോകും. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബോൾ വന്നാൽ ഞാൻ അത് അടിക്കും. ഓഡിയൻസ് ചോദിക്കുന്നു, ആ പാട്ട് പാടാൻ സാധിക്കുമെന്ന്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് കിഷോർ കുമാറിൻ്റേത്. ചലാ ജാതാ ഹൂം കിസി കി ധുൻ മേ ധടക്തേ ദിൽ കേ തരാനെ ലിയേ. താങ്കൾ മറ്റൊരു പാട്ട് പാടുമെന്നാണ് കരുതിയത്. സൂക്ഷിച്ചു വേണം ബോളേഴ്സ്. സാർ, ഞാൻ ഈ പാട്ടും പാടിയിട്ടുണ്ട്.
കാരണം ആ സമയത്ത് ഈ പാട്ട് വളരെ ഹിറ്റായിരുന്നു. മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിലൊക്കെ അന്ന് ഹിറ്റായ പാട്ടുകൾ മാത്രമേ ഇടാറുള്ളൂ. സോ ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ അതിന്റെ ട്യൂണ് ഓർമ്മയിൽ വെച്ചു. അങ്ങനെ ട്യൂണും അതിന്റെ വരികളും ഒക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഞാനത് പാടിക്കൊണ്ടേ പോയി. ബോളേഴ്സ് ഒക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നോളാൻ താങ്കൾ പാട്ട് പാടി. വെറും പാകിസ്ഥാൻ പ്ലേയേഴ്സിന്റെ പേര് മാത്രം പറയുന്നത് തെറ്റാണ്. ഞാൻ എല്ലാ ബോളേഴ്സിന്റെ പേരും പറയണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അതെ, എല്ലാവർക്കും ഓർമ്മയുണ്ട് മെൻഡിസിന്റെ ബോൾ താങ്കൾ എങ്ങനെയാണ് അടിച്ചതെന്ന്. ശ്രീലങ്കയിലെ ആ കളിയിൽ ഇന്ത്യയിലെ ഓരോ ബാറ്റ്സ്മാനും ഔട്ട് ആയിക്കൊണ്ടേയിരുന്നു. 8 പേര് ഡബിൾ ഡിജിറ്റ് പോലും തൊട്ടില്ല. എനിക്ക് ആ മാച്ചിലെ ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. 175-ൽ ഒരു ബാറ്റ്സ്മാൻ ഔട്ടായി, അതായത് ഗൗതം ഗംഭീർ ഔട്ടായി. പിന്നെ 184-ൽ 4 പേര് ഔട്ടായി. പിന്നെ ലക്ഷ്മൺ ബാറ്റിങ്ങിന് വന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മെൻഡിസിന്റെ ബോൾ നിങ്ങൾ കളിക്കണ്ട, അത് ഞാൻ കളിച്ചോളാം എന്ന്. അദ്ദേഹം എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി നീ 4 തവണ ഔട്ടായി, ഇനി 5ാമത് തവണ ഔട്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ട അദ്ദേഹം ഒരുപാട് ചിരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മെൻഡിസിന്റെ ബോൾ എനിക്ക് നല്ലോണം നേരിട്ട് ശീലമുണ്ട്, ഞാൻ തന്നെ കളിച്ചോളാം എന്ന്. പക്ഷെ അദ്ദേഹം 5ാമത്തെ തവണ ഔട്ടായി. പിന്നെ 6ാമത്തെ തവണയും ഔട്ടായി. സോ മെൻഡിസിന്റെ ബോൾ എങ്ങനെ നേരിടണമെന്ന് ലക്ഷ്മണിന് ഇതുവരെ അറിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ശ്രമിച്ചത്. ഞങ്ങളുടെ പാർട്ണർഷിപ്പ് നല്ലതായിരുന്നത് കൊണ്ട് മെൻഡിസിന്റെ ബോളൊക്കെ മാക്സിമം ഞാൻ തന്നെ കളിച്ചു. ബട്ട് മെൻഡിസ്, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, മെൻഡിസിന്റെ ബോൾ ഞാൻ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഡെലിവറി വരിക എന്ന്. കാരണം ഒരു ബോളർ എങ്ങനെയാണ് ബോൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ അത് കളിക്കുക എന്നത് വളരെ എളുപ്പമാവും. പക്ഷേ ബാറ്റ്സ്മാന് ബോളർ എങ്ങനെയാണ് ബോൾ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടും. അദ്ദേഹം വെയിറ്റ് ചെയ്യും, വീണ്ടും വെയിറ്റ് ചെയ്യും, ബോൾ അടിക്കാൻ പറ്റാതാവുമ്പോൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ക്ഷമ നശിച്ച് അവസാനം ഔട്ടാവും. തുടക്കകാലത്ത് ഫാസ്റ്റ് ബോളിംഗ് താങ്കൾക്ക് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. ഫസ്റ്റ് മാച്ചിലാണെങ്കിൽ താങ്കൾ ടോട്ടലായിട്ട് ഔട്ടായിപ്പോയി. ഫസ്റ്റ് മാച്ചിൽ ഷോയിബ് അക്തർ ആയിരുന്നു. അതിനുശേഷം അതെല്ലാം തലകീഴായിട്ട് മാറി. അദ്ദേഹത്തിന്റെ ബോളൊക്കെ നന്നായിട്ട് അടിക്കാൻ തുടങ്ങി. അതായത് പിന്നെ എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ ഫസ്റ്റ് മാച്ചിൽ ഔട്ടാക്കി. അപ്പോൾ ഞാൻ അതിന് ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യണ്ടേ. സോ ഞാൻ ടീമിൽ ഫസ്റ്റ് വന്നപ്പോൾ അധികം സ്പീഡുള്ള ബോളുകൾ ഞാൻ ഒരിക്കലും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സ്പീഡ് ബോളേഴ്സ് വരുമായിരുന്നു, 130, 135 ഒക്കെ എറിയുന്നവർ. പക്ഷേ അവിടെ പോയപ്പോൾ ഷോയിബ് അക്തർ 140-ലും 150-ലൊക്കെ എറിയാൻ തുടങ്ങി. അത്രയും സ്പീഡിൽ ബോളറിന് അദ്ദേഹം എന്നെ ഔട്ടാക്കി. ഞാൻ തിരിച്ചു പോയതിന് ശേഷം ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചു, അതായത് ഫാസ്റ്റ് ബോൾ എങ്ങനെ കളിക്കണമെന്ന്. ഒന്നുകിൽ ഞാനൊരു ഫാസ്റ്റ് ബോളറിൻ്റെ കീഴിൽ പരിശീലിക്കണം, അല്ലെങ്കിൽ ഞാൻ വിക്കറ്റ് ചെറുതാക്കണം. അതായത് ഒരാൾ ബോളിംഗ് ചെയ്യുമ്പോൾ ചെറിയ വിക്കറ്റിൽ ചെയ്ത് പരിശീലിക്കണം. അതുകൊണ്ട് ഞാൻ 22 അടിയുള്ളത് 16 അടിയാക്കി കുറച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സ്പീഡ് കൂടും, 135, 140, 145 ഒക്കെ ആവും. അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയവും കുറയുന്നു. സോ അപ്പോൾ എൻ്റെ ബാറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം കിട്ടും. പിന്നെ സ്പീഡ് ബോൾസ് കളിക്കാനും നമുക്ക് അങ്ങനെ ശീലമാവും. ആ ഒരു ഐഡിയ ആണ് ഞാൻ പ്രയോഗിച്ചത്. രണ്ടാമത് വേറൊരു ഐഡിയ ഞാൻ ചെയ്തു. സിമെന്റ് വിക്കറ്റിൽ വെള്ളം ഒഴിക്കും. അങ്ങനെ നനഞ്ഞ പിച്ചിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ആ പിച്ചിൽ ബോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുമായിരുന്നു. അതെനിക്ക് നല്ലോണം കളിക്കാൻ വളരെ സഹായിച്ചു. ഇതുപോലെ ഒരുപാട് ഐഡിയകൾ ഞാൻ പ്രയോഗിച്ചു. താങ്കൾ പാകിസ്ഥാനിൽ വെച്ചുള്ള കളിയിൽ 309 ആണ് എടുത്തത്, അതായത് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു. അപ്പോൾ എവിടുന്നാണ് ഇത്രയും ധൈര്യം താങ്കൾക്ക് കിട്ടിയത്? കാരണം എല്ലാവരെയും ഇട്ട് അടിക്കുകയായിരുന്നല്ലോ. സാർ, എനിക്ക് ആ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ 100 റൺ അടിച്ചു. പിന്നെ അതിനുശേഷം സച്ചിനും ബാറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ 2 ഫോറുകൾ അടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി 4കൾ അടിക്കാൻ പാടില്ല, ഇനി നീ 4 അടിച്ചാൽ എൻ്റെ ബാറ്റ് കൊണ്ട് ഞാൻ നിന്നെ അടിക്കുമെന്ന്. സോ അത് കേട്ട് ഞാൻ പേടിച്ചു. കാരണം ഞാനന്ന് ടീമിൽ പുതിയ പ്ലെയർ ആയിരുന്നല്ലോ. സോ സച്ചിൻ അന്ന് എന്നെ ശരിക്കും അടിക്കുമെന്ന് പോലും ഞാൻ പേടിച്ചു. പിന്നെ അതും ഒരു വലിയ ന്യൂസായി മാറും. അങ്ങനെ ഞാൻ 100-ൽ നിന്ന് 295 വരെ ഒരു 4 പോലും അടിച്ചില്ല സാർ. അങ്ങനെ ഞാൻ കളി തുടർന്നു. ഇടയ്ക്ക് 2 ക്യാച്ച് വരെ ഡ്രോപ്പായി. പിന്നെ VVS ലക്ഷ്മണിന്റെ റെക്കോർഡും ഞാൻ ബ്രേക്ക് ചെയ്തു, 281. പിന്നെ 300 അടിക്കുന്നത് ഈസിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ 294, 295-ന്റെ അടുത്തെത്തിയപ്പോൾ സച്ചിൻ സാറിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ 295 റൺ അടിച്ചു. ഇനി സക്ലൈൻ മുസ്താഖാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ 6 അടിച്ചുകൊണ്ട് തന്നെ 300 തികയ്ക്കുമെന്ന്. ഇനി ഞാൻ ഔട്ടായാലും സാരമില്ല, കാരണം ഞാൻ ഓൾറെഡി ഈ സീരീസിൽ 600 റൺ അടിച്ചു. അതിനുശേഷം അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറി. ഞാൻ 6 അടിച്ചുകൊണ്ട് 300 ആണ് തികച്ചു. സച്ചിൻ തെണ്ടുൽക്കർ എപ്പോഴും താങ്കൾക്കൊരു ഗൈഡിങ് ഫോഴ്സായിട്ടുണ്ടായിരുന്നു. അതെ, കാരണം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് തന്നെ സച്ചിൻ സാറിനെ കണ്ടുകൊണ്ടാണ്. 92 വേൾഡ് കപ്പ് മുതലാണ് ഞാൻ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയത്. അന്ന് സച്ചിൻ സാർ ഒരു അപ്കമിങ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് നല്ലൊരു പേരുണ്ടായിരുന്നു. അദ്ദേഹം TV-യിൽ കളിക്കുന്നത് കണ്ട് ഞാൻ വീടിന് പുറത്ത് വന്ന് അതുപോലെ ശ്രമിക്കുമായിരുന്നു. സ്ട്രെയിറ്റ് ഡ്രൈവ് അടിക്കാനും പിന്നെ ബാക്ക് ഫുട്ട് പഞ്ച് അടിക്കാനും ഒക്കെ. അദ്ദേഹം അടിച്ച ഓരോ ഷോട്ടുകളും ഞാൻ കോപ്പി ചെയ്ത് ശ്രമിക്കുമായിരുന്നു. കാരണം എന്തെങ്കിലും ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാൽ മറ്റൊരു തെണ്ടുൽക്കർ വന്നു എന്ന് എല്ലാവരും പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ജനങ്ങളും എന്നെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ബട്ട് ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചത്. പിന്നെ ഞാൻ വലുതായ ശേഷം റിയലൈസ് ചെയ്തു, തെണ്ടുൽക്കറിനെ പോലെ അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ എന്ന്. വേറെ ആരെക്കൊണ്ടും അദ്ദേഹത്തെ അനുകരിക്കാൻ പറ്റില്ല എന്നും, അദ്ദേഹത്തിനെ പോലെ ഗെയിം ആരെക്കൊണ്ടും കളിക്കാൻ പറ്റില്ല എന്നും റിയലൈസ് ചെയ്തു. പിന്നെ എൻ്റെ ഗെയിം സ്റ്റൈൽ ഞാൻ മാറ്റി. പ്രശസ്തനാവാൻ വേണ്ടി എൻ്റെ ഗെയിം സ്റ്റൈൽ മാറ്റി. പിന്നെ എൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്തു. എൻ്റെ ഷോട്ടുകളും ഞാൻ മാറ്റി കളിക്കാൻ തുടങ്ങി. പക്ഷേ
തെണ്ടുൽക്കർ അങ്ങനെ എഴുതിയപ്പോൾ താങ്കൾക്ക് എങ്ങനെയുണ്ടായിരുന്നു സേവാങ്? അതായത് പല ഷോട്ടുകളും ഞാൻ അടിക്കാൻ പഠിച്ചത് വീരേന്ദ്ര സേവാങ്ങിന്റെ അടുത്തു നിന്നാണെന്ന്. സർ, ഇത് ഞാൻ നിങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. തെണ്ടുൽക്കറിലൂടെയോ ആർട്ടിക്കിളുകളിലൂടെയോ ഞാനിത് അറിഞ്ഞിട്ടില്ല. അഥവാ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഞാൻ വളരെ ഭാഗ്യം ചെയ്തവനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷേ സച്ചിൻ തെണ്ടുൽക്കറിന് കളിക്കാൻ പറ്റാത്ത ഒരു ഷോട്ട് പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അപ്പർ കട്ട് കളിക്കാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഇന്നിങ്സ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിരുന്നു. ഞാൻ ബാറ്റ് ചെയ്യാൻ പോയപ്പോൾ 60 റൺസിന് 4 പേർ ഔട്ടായിരുന്നു. ആ 60 റൺസിൽ 40 റൺസും തെണ്ടുൽക്കർ സാറായിരുന്നു എടുത്തത്. ഞാൻ പോയ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ തോന്നുന്നു, ഭയം തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്ക് ഭയം തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, കൂടിപ്പോയാൽ ഔട്ടാവും, അതിൽ കൂടുതലൊന്നും ആവില്ല. ഞാൻ അകത്ത് പോയപ്പോൾ സ്ട്രൈക്ക് എടുത്ത് 1 റൺസ് എടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ ഔട്ടാക്കാൻ ബൗൺസേഴ്സാണ് ട്രൈ ചെയ്യുകയെന്ന്. സോ പറ്റുമെങ്കിൽ സ്ലിപ്പിന്റെ മേലെ കൂടി ഷോട്ടുകൾ അടിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ അടിച്ചാൽ അത് 4 ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 ഷോട്ട് അങ്ങനെ അടിച്ച് കാണിച്ചു തന്നു. എനിക്ക് ബാറ്റിംഗ് കിട്ടിയപ്പോൾ ഞാനും 2-3 ഷോട്ട് അങ്ങനെ അടിച്ചു. എനിക്ക് കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ പതുക്കെ ഞങ്ങൾ അന്ന് 300 റൺസ് പാർട്ട്ണർഷിപ്പ് ചേർത്തു. അദ്ദേഹം 150 റൺസ് അടിച്ചു, ഞാൻ 100 റൺസ് അടിച്ചു. മൈതാനത്തിൽ സച്ചിൻ തെണ്ടുൽക്കറിനേക്കാൾ വലിയ പ്ലേയേഴ്സായിട്ട് ആരുമില്ല. അദ്ദേഹം കൂടെയുള്ള പ്ലേയേഴ്സിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, പവലിയനിലേക്ക് പോകുന്ന സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിനേക്കാൾ കുസൃതിക്കാരായിട്ട് വേറെ ആരുമില്ലെന്ന്. 1989 മുതൽ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കപിൽ ദേവ്, ഗവാസ്കർ, കപിൽ ദേവ്, അസറുദ്ദീൻ, അങ്ങനെയുള്ള വലിയ വലിയ കളിക്കാരുടെ കൂടെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹം ഞങ്ങളെ പോലെ ആയിട്ട് മാറി. അവരുടെ കൂടെ കളിച്ചപ്പോൾ അദ്ദേഹം അവരെ പോലെ മാറി. സോ തെണ്ടുൽക്കർ സാറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഏത് പ്ലെയർ ആണെങ്കിലും അവരെ പോലെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങും. അവരെ കംഫർട്ടബിൾ ആക്കി ടീമിൽ എല്ലാവരുടെ കൂടെയും അദ്ദേഹം കളിക്കാൻ തുടങ്ങും. കാരണം അദ്ദേഹത്തിന് അറിയാം, ആരും തന്നെ തെണ്ടുൽക്കറിന്റെ അടുത്ത് പോയിട്ട് തമാശ കളിക്കാൻ ധൈര്യപ്പെടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് എല്ലാത്തിലും ഇൻവോൾവ് ആവും. ഡ്രസ്സിംഗ് റൂമിൽ തമാശ പറയും, ഒരുപാട് വികൃതി കാണിക്കും, ഒരുപാട് കളിയാക്കും, ഒരുപാട് ജോക്സും അദ്ദേഹം പറയും. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്. അത്രയും വലിയ പ്ലെയർ ആയിട്ടും പുതിയ പ്ലേയേഴ്സിന്റെ കൂടെ അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി, എല്ലാവരെയും അദ്ദേഹം ഗൈഡ് ചെയ്തു. പിന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെ റൺസ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞു തന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞങ്ങൾ പഠിച്ചതിൽ പ്രധാന കാര്യം, ക്രിക്കറ്റ് മൈതാനത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്നത് വേറെ കാര്യം. ക്രിക്കറ്റിന് പുറത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നു, പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അതിലൂടെ നമുക്ക് എങ്ങനെ റെസ്പെക്ട് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. എനിക്ക് ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. 2003 വേൾഡ് കപ്പിൽ ഞങ്ങൾ ഡർബനിൽ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മുന്നിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ പുറകിലായി ഒരു കൊച്ചുകുട്ടി വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം എല്ലാവരുടെയും മുന്നിലായിരുന്നു ഉള്ളത്. അദ്ദേഹം ആ പയ്യന്റെ അടുത്ത് പോയിട്ട് ഓട്ടോഗ്രാഫ് കൊടുത്ത് ഫോട്ടോ എടുത്തു. പക്ഷെ ഞങ്ങളെല്ലാവരും വലിയ ആൾക്കാരെ പോലെ അവരെ കാര്യമാക്കാതെ മുന്നോട്ട് പോയി. അവരെ ക്രോസ് ചെയ്ത് പോയി. അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണിത്. അദ്ദേഹം ആ പയ്യനെ പറ്റി ചിന്തിച്ചു. ആ പയ്യന്റെ അടുത്ത് പോയിട്ട് ഓട്ടോഗ്രാഫും പിന്നെ ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കാതെ പാട്ടും പാടിക്കൊണ്ട് ഞങ്ങളുടെ പാട്ടിന് പോയി. നേരെ ഞങ്ങൾ മാച്ച് കളിക്കാൻ പോയി. സോ ഇത് കാണിക്കുന്നത് അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ് എന്നാണ്. അദ്ദേഹം മറ്റുള്ളവരെ പറ്റി എത്രമാത്രം ചിന്തിക്കുന്നു എന്നുമാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരു നല്ല ക്രിക്കറ്റർ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണെന്നല്ലേ? നല്ല ക്രിക്കറ്ററും ഒരു നല്ല മനുഷ്യനും. അതിനേക്കാളൊക്കെ അധികം നമ്മൾ അദ്ദേഹത്തെ എത്ര വലിയ ക്രിക്കറ്ററാണെന്ന് പറയുന്നുവോ, അദ്ദേഹം അതിനേക്കാളും വലിയൊരു നല്ല മനുഷ്യനാണ്. പിന്നെ വീരേന്ദ്ര സേവാങ് ഡ്രസ്സിംഗ് റൂമിൽ എങ്ങനെയാണ്? എന്നെപ്പറ്റി ഞാൻ എങ്ങനെയാ പുകഴ്ത്തി പറയുന്നത്? വേറൊരു ക്രിക്കറ്റർ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് ചോദിക്കണം, വീരേന്ദ്ര സെവാഗ് ഡ്രസ്സിംഗ് റൂമിൽ എങ്ങനെയാണ്, അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്ന്. കാരണം ഞാൻ മാച്ച് കാണുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. പിന്നെ മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാടും വേറെയാണ്. ഞാൻ വിചാരിക്കും ഈ ബോൾ അവർക്ക് 4 അടിക്കാമായിരുന്നു, മിസ് ചെയ്തു. ഈ ബോൾ അവർക്ക് 6 അടിക്കാമായിരുന്നു, അവരത് മിസ് ചെയ്തു എന്നൊക്കെ. എല്ലാ ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്തു. നമുക്ക് വേഗത്തിൽ റൺ എടുക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഞാൻ ഈ ഒരു ചിന്താഗതിയോട് കൂടിയാണ് മാച്ച് കാണാറ്. മറ്റുള്ളവർ കാണുമ്പോൾ ഈ ബോൾ നമുക്ക് ലീവ് ചെയ്യാമായിരുന്നു, ആ ബോൾ അടിക്കണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അവരവരുടെ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. അതാണ് അതിലെ വ്യത്യാസം. പിന്നെ ഇപ്പോൾ തെണ്ടുൽക്കർ സാർ തമാശകൾ പറയും. ഞങ്ങളും അദ്ദേഹത്തോട് കുറച്ച് ഓപ്പണായി. ഞങ്ങളും അദ്ദേഹത്തെ കളിയാക്കും, തമാശകൾ പറയും. അദ്ദേഹം ഞങ്ങളെയും കളിയാക്കും. സോ നമുക്ക് എൻവയോൺമെന്റ് മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് തമാശകൾ പറയണം. കാരണം ഞങ്ങൾക്ക് എത്രമാത്രം പ്രഷർ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഫീൽഡിലേക്ക് പോയിട്ട് നല്ലോണം പെർഫോം ചെയ്യണം, റൺസ് എടുക്കണം, വിക്കറ്റ് സംരക്ഷിക്കണം. ഒരു ഭാഗത്ത് പബ്ലിക് ബഹളം വയ്ക്കും, മറ്റൊരു ഭാഗത്ത് മീഡിയ. സോ ഡ്രസ്സിംഗ് റൂമിൽ തമാശ കളിക്കാൻ പറ്റൂ. അവിടെ നടക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. താങ്കളെപ്പറ്റി ഡ്രസ്സിംഗ് റൂമിൽ എന്താ പറയുന്നതെന്ന് ഞാൻ പറയാം. നല്ല കാര്യങ്ങളല്ലേ സാറേ പറയാൻ പോകുന്നത്? താങ്കളോടൊപ്പം കളിക്കുന്നവർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, താങ്കൾ എത്രത്തോളം മനോഹരമായ ബാറ്റിംഗ് ചെയ്യുന്നുവോ, മൈതാനത്തിൽ താങ്കൾ എത്രത്തോളം ആക്രമണകാരിയാണോ, അതിന്റെ ഓപ്പോസിറ്റായിട്ട് വീരേന്ദ്ര സെവാങ് ഡ്രസ്സിംഗ് റൂമിൽ വളരെ ഡീസന്റ് ആണെന്ന്. വാവ്, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയത്. അതെ.